എന്തുകൊണ്ടാണ് ദൈവം ഇത്രയും സ്നേഹപൂർവം ശുശ്രൂഷകരെ വിളിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇത്രയും വില കൊടുത്ത് കർത്താവ് വൈദികരെ അഭിഷേകം ചെയ്യുന്നത്? ദൈവജനത്തോടുള്ള ദൈവത്തിന്റെ സ്നേഹത്തിന്റെ അടയാളമാണ്. സഭയെ കർത്താവ് സ്നേഹിക്കുന്നു, ദൈവജനത്തെ കർത്താവ് സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് ദൈവജനത്തെ ശുശ്രൂഷിക്കാൻ പുരോഹിതരെ കർത്താവ് അഭിഷേകം ചെയ്യുന്നത്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 10-ാം അധ്യായം 9-ാമത്തെ വചനത്തിൽ സോളമൻ രാജാവിനെ കാണാൻ വന്ന ഷേബാരാജ്ഞി സോളമൻ രാജാവിനോട് പറഞ്ഞു, കർത്താവ് ഇസ്രായേലിനെ അപാരമായി സ്നേഹിച്ചതിനാൽ അവരെ പരിപാലിക്കാൻ അങ്ങയെ അവിടുന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നു. കർത്താവ് ഇസ്രായേലിനെ അപാരമായി സ്നേഹിച്ചതുകൊണ്ട് ഇസ്രായേലിനെ നീതിയിലും ന്യായത്തിലും പരിപാലിക്കാൻ സോളമോൻ രാജാവിനെ കർത്താവ് തെരഞ്ഞെടുത്തു. അപ്പോൾ കർത്താവ് തെരഞ്ഞെടുക്കുന്നത് ദൈവജനത്തോടുള്ള സ്നേഹം കൊണ്ടാണ്. ഈ പരിശുദ്ധ സഭയിൽ ജനത്തെ പഠിപ്പിച്ചും വിശുദ്ധീകരിച്ചും നയിച്ചും കർത്താവിന് ശുശ്രൂഷ ചെയ്യാൻ കർത്താവ് പുരോഹിതരെ വിളിക്കുന്നത് ദൈവജനത്തോടുള്ള സഭയോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ്. കാരണം വിളിക്കപ്പെട്ടവരിലൂടെയാണ് കർത്താവ് ചരിത്രത്തിൽ ഇടപെടുന്നത്. പഴയ നിയമത്തിൽ നോക്കിയാലും പുതിയ നിയമത്തിൽ നോക്കിയാലും കർത്താവ് ജനങ്ങൾക്കിടയിൽ ഇടപെടുന്നത് വിളിച്ചവരിലൂടെയാണ്, തന്റെ അഭിഷിക്തരിലൂടെയാണ്. ചിലപ്പോഴൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, എന്തിനാണ് നമുക്ക് പുരോഹിതർ, എന്തിനാണ് നമുക്ക് പൗരോഹിത്യം? കർത്താവിനോട് നേരിട്ട് സംസാരിച്ചാൽ പോരെ? കർത്താവിനോട് നേരിട്ട് പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ പോരെ? കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങൾ നമുക്ക് നേരിട്ട് ലഭിക്കുമല്ലോ, എന്തിനാണ് പുരോഹിതരുടെ മാധ്യസ്ഥ്യം എന്ന് ചോദിക്കുന്നതിന് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഒരുപക്ഷെ അങ്ങനെയുള്ള സംശയങ്ങൾ നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷെ വിശുദ്ധ ഗ്രന്ഥം വളരെ വ്യക്തമായി നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നു, കർത്താവ് ഇടപെടുന്നത് താൻ വിളിച്ച് വേർതിരിച്ച അഭിഷിക്തരിലൂടെയാണ്. ദൈവജനത്തെ മുഴുവനായി അല്ല കർത്താവ് വിളിച്ചത്, അബ്രഹാമിനെയാണ് വിളിച്ചത്. അബ്രഹാമിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിന്നിലൂടെ മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടും. ഇസ്രായേൽ ജനത്തെ വിമോചിപ്പിക്കാൻ ഇസ്രായേൽ ജനത്തെ മുഴുവനായി കർത്താവ് വിളിക്കുകയല്ല ചെയ്തത്. ആദ്യം മോശയെയാണ് വിളിച്ചത്. മോശയെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ദൈവജനത്തിന് വേണ്ടി അധ്വാനിക്കണം, നീ ദൈവജനത്തെ വിമോചിപ്പിക്കണം. ഈ മോശയിലൂടെയാണ് കർത്താവ് സംസാരിച്ചത്. ഈ മോശയിലൂടെയാണ് കർത്താവ് തന്റെ കാര്യങ്ങൾ ജനമധ്യത്തിൽ ചെയ്തത്. അതിനുശേഷം ന്യായാധിപന്മാരിലൂടെയും രാജാക്കന്മാരിലൂടെയും പ്രവാചകന്മാരുടെയും കർത്താവ് ഇടപെട്ടു. പുതിയ നിയമത്തിൽ ഈശോയും ശിഷ്യന്മാരിലൂടെയാണ് തന്റെ ദൗത്യങ്ങൾ നിറവേറ്റാൻ ആഗ്രഹിച്ചത്. ഈ ശിഷ്യന്മാരെ കർത്താവ് തിരഞ്ഞെടുത്തു. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, കർത്താവ് നേരിട്ട് ഇടപെടുന്നില്ല, തിരഞ്ഞെടുക്കപ്പെട്ട അഭിഷിക്തരിലൂടെയാണ് കർത്താവ് ഇടപെടുന്നത്. പുറപ്പാടിന്റെ പുസ്തകം 32-ാം അധ്യായം 30 മുതൽ 32 വരെയുള്ള വചനങ്ങളിൽ ഇസ്രായേൽ ജനം കാളക്കുട്ടിയെ നിർമ്മിച്ച് തെറ്റു ചെയ്തപ്പോൾ ഇസ്രായേൽ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയത് ഇസ്രായേൽ ജനം മുഴുവനുമായിരുന്നില്ല, മോശയായിരുന്നു. മോശയാണ് ജനത്തിന് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയത്. മോശയുടെ പ്രാർത്ഥനയാണ് കർത്താവ് കേട്ടത്. മോശയിലൂടെയാണ് കർത്താവ് ജനത്തിന് പാപമോചനം നൽകിയത്. സംഖ്യയുടെ പുസ്തകം 14-ാം അധ്യായം 11 മുതൽ 20 വരെയുള്ള വചനങ്ങളിൽ ഇസ്രായേൽ ജനം തെറ്റു ചെയ്തപ്പോൾ, ഇസ്രായേൽ ജനം കരഞ്ഞ് നിലവിളിച്ചപ്പോൾ ഇസ്രായേൽ ജനത്തിന് വേണ്ടി മോശയാണ് പ്രാർത്ഥിക്കുന്നത്. സംഖ്യയുടെ പുസ്തകം 14-ാം അധ്യായം 20-ാമത്തെ വചനത്തിൽ കർത്താവ് മോശയോട് പറയുന്നു, നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടു, ജനത്തിന്റെ പാപങ്ങൾ ക്ഷമിക്കുന്നു. മോശയോടെയാണ് കർത്താവ് ഇത് ചെയ്യുന്നത്. മോശയുടെ പ്രാർത്ഥന കേട്ടിട്ടാണ് കർത്താവ് ഇത് ചെയ്യുന്നത്. സംഖ്യയുടെ പുസ്തകം 21-ാം അധ്യായം 7-ാമത്തെ വചനത്തിൽ സർപ്പദംശനമേറ്റ് വിഷമിച്ച ഇസ്രായേൽ ജനം ഓടിപ്പോകുന്നത് മോശയുടെ അടുത്തേക്കാണ്. മോശയോട് പോയിട്ട് പറയുന്നു, ഞങ്ങൾക്ക് തെറ്റുപറ്റി, കർത്താവിനോട് പ്രാർത്ഥിച്ചാലും ഞങ്ങൾക്ക് പാപമോചനം വേണം. അങ്ങനെ ജനത്തിന് വേണ്ടി മോശ കർത്താവിന്റെ പക്കലേക്ക് പോകുന്നു, പാപമോചനം യാചിക്കുന്നു. സർപ്പങ്ങളുടെ ദംശനത്തിൽ നിന്ന് അവരെ രക്ഷിക്കുവാൻ കർത്താവ് ഉപായം പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ദൈവജനത്തെ പരിപാലിക്കുവാൻ അഭിഷിക്തരെ കർത്താവ് വിളിക്കുന്നു. പുതിയ നിയമത്തിൽ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 23-ാമത്തെ വചനത്തിൽ ഈശോ ശിഷ്യന്മാരോട് പറയുന്നു, നിങ്ങൾ ആരുടെയൊക്കെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ മോചിക്കപ്പെട്ടിരിക്കും, നിങ്ങൾ ആരുടെയൊക്കെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. ശിഷ്യന്മാരിലൂടെയാണ്
അഭിഷിക്തരിലൂടെയാണ് പാപമോചനം നൽകുന്നത് എന്ന് കർത്താവ് വ്യക്തമാക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പൗരോഹിത്യം നമ്മുടെ നന്മയാണ്. ഈ പൗരോഹിത്യം കർത്താവിന്റെ പദ്ധതിയാണ്. നമ്മൾ കഴിവ് കുറഞ്ഞവരായതുകൊണ്ടോ നമ്മൾക്ക് വിശുദ്ധി കുറഞ്ഞത് കൊണ്ടോ അല്ല കർത്താവ് പുരോഹിതരെ വിളിക്കുന്നത്, പൗരോഹിത്യ ശുശ്രൂഷയെ സ്ഥാപിച്ചിരിക്കുന്നത്. കഴിവ് കുറഞ്ഞവരും ബലഹീനരും വിശുദ്ധി കുറഞ്ഞവരുമായവരെയും കർത്താവ് വിളിക്കും. കർത്താവിന് ആവശ്യം തന്റെ ശുശ്രൂഷ ചെയ്യുക എന്നതാണ്. അഭിഷിക്തരെയാണ് കർത്താവിന് ആവശ്യം. അതുകൊണ്ട് പുരോഹിതർ എന്നവർ വലിയൊരു ഗണവും മറ്റൊരു ഗണവും നമ്മൾ അവരുടെ സാധാരണ ദൈവജനം അവരുടെ ശുശ്രൂഷ സ്വീകരിക്കുന്നവരും മാത്രമാണെന്ന് കരുതരുത്. വാസ്തവത്തിൽ ഈ പൗരോഹിത്യം ആത്മായ വിശ്വാസികൾക്ക് മാത്രമുള്ളതല്ല. ഈ മധ്യസ്ഥ പ്രാർത്ഥന എന്നത്, പുരോഹിതരുടെ മധ്യസ്ഥ ശുശ്രൂഷ എന്നത് ആത്മായ ശുശ്രൂഷകർ, ആത്മായ വിശ്വാസികൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല. ഉദാഹരണത്തിന്, ഇന്ന് എന്റെ കൈവയ്പിലൂടെ ഡീക്കൻ അമലന് പൗരോഹിത ശുശ്രൂഷ നൽകുവാനുള്ള കൃപ കർത്താവ് എനിക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ എന്റെ പാപങ്ങൾ മോചിക്കുവാനുള്ള അധികാരം കർത്താവ് എനിക്ക് നൽകിയിട്ടില്ല. എന്റെ പാപങ്ങൾ മോചിക്കപ്പെടണമെങ്കിൽ ഞാനൊരു പുരോഹിതന് മുമ്പിൽ എന്റെ പാപങ്ങൾ ഏറ്റുപറയണം. അപ്പോൾ ഈ പുരോഹിതന്റെ മധ്യസ്ഥ ശുശ്രൂഷ അൽമായർക്ക് വേണ്ടി മാത്രമുള്ളതല്ല, പുരോഹിതർക്കും വേണ്ടിയുള്ളതാണ്, മെത്രാന്മാർക്ക് വേണ്ടിയുള്ളതാണ്, മാർപ്പാപ്പയ്ക്കും വേണ്ടിയുള്ളതാണ്. നമ്മുടെ സഭയുടെ പരമോന്നത സ്ഥാനത്തിരിക്കുന്ന പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പാപങ്ങൾ മോചിക്കുവാൻ അദ്ദേഹത്തിന് അധികാരമില്ല. അദ്ദേഹത്തിന്റെ പാപങ്ങൾ മോചിക്കണമെങ്കിൽ ഒരു പുരോഹിതന് മുമ്പിൽ പാപങ്ങൾ ഏറ്റുപറയണം. അപ്പോൾ അദ്ദേഹത്തിനും പുരോഹിത ശുശ്രൂഷ ആവശ്യമാണ്. ഈ പുരോഹിതന്റെ മധ്യ ശുശ്രൂഷ എന്നത് അൽമായ വിശ്വാസികൾക്ക് മാത്രമുള്ളതാണ്. ഇത് അൽമായ വിശ്വാസികളെ താഴെ നിർത്തുവാനുള്ള ഒരു പദ്ധതിയാണ് എന്ന് ദയവ് ചെയ്ത് നിങ്ങൾ കരുതരുത്. ഇത് സഭ മുഴുവനും വേണ്ടിയുള്ളതാണ്. ഓരോ മനുഷ്യനും പുരോഹിത ശുശ്രൂഷയ്ക്ക് കടപ്പെട്ടിരിക്കുന്നു. സഭ മുഴുവനും പൗരോഹിത ശുശ്രൂഷയ്ക്ക് കടപ്പെട്ടിരിക്കുന്നു. പൗരോഹിത്യം എന്നത് സഭയുടെ മുഴുവൻ മുതൽക്കൂട്ടാണ്. ഞാൻ എൻ്റെ മാതാപിതാക്കളിൽ നിന്ന് ജനിച്ചു, എന്നാൽ ഒരു പുരോഹിതന്റെ കരങ്ങളിലൂടെയാണ് ജലത്താലും ആത്മാവിനാലും ഞാൻ വീണ്ടും ജനിച്ചത്. ഒരു പുരോഹിതനാണ് എനിക്ക് ആദ്യമായി വിശുദ്ധ കുർബാന നൽകിയത്. ഒരു പുരോഹിതനാണ് എന്റെ പാപങ്ങൾ കേട്ട് എനിക്ക് പാപമോചനം നൽകിയത്. ഇന്നും എത്രയോ പുരോഹിതന്മാർ എന്റെ ആധ്യാത്മിക ജീവിതത്തിൽ എന്നെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. എന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ എന്റെ രോഗിലേപനത്തിന്, എന്റെ പാപമോചനത്തിന് എനിക്ക് ആവശ്യമുള്ള ശുശ്രൂഷകൾക്ക് എത്രയോ പുരോഹിതന്മാരുടെ ശുശ്രൂഷ എനിക്ക് ആവശ്യമായിരിക്കുന്നു. അപ്പോൾ ഇത് അൽമായ വിശ്വാസികൾക്ക് മാത്രമുള്ളതല്ല, സഭയ്ക്ക് മുഴുവനുള്ളതാണ്. ഇത് സഭ മുഴുവൻ ബഹുമാനിക്കുന്ന പദ്ധതിയാണ് മധ്യസ്ഥ പദ്ധതി. ഈ മധ്യസ്ഥത നമ്മുടെ മുഴുവനും അനുഗ്രഹമാണെന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ പുരോഹിതരെ നാം സ്നേഹിക്കണം. ഈ പൗരോഹിത്യത്തെ നമ്മുടെ നന്മയായും അനുഗ്രഹമായും നാം കരുതണം. ഇന്ന് നാം വായിച്ചു കേട്ട സുവിശേഷത്തിൽ ഒരു പുരോഹിതനെ കുറിച്ച് ഈശോ രണ്ട് സുപ്രധാനമായ കാര്യങ്ങൾ പറയുന്നു. ഇന്ന് നാം വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വചനങ്ങളും 11 മുതൽ 18 വരെയുള്ള വചനങ്ങളും. ആദ്യത്തെ ഭാഗത്ത് ഈശോ പറയുന്നത് ഇതാണ്: ഇടയന്റെ സ്വരം അറിയുന്നത് കൊണ്ട് ആടുകൾ ഇടയനെ അനുഗമിക്കുന്നു. ആടുകൾ ഒരിക്കലും അപരിചിതമായ സ്വരത്തെ അനുഗമിക്കുകയില്ല. അപരിചിതമായ സ്വരത്തിൽ നിന്ന് ആടുകൾ ഓടിയകലും. ഈ വചനങ്ങൾ ഒരു ഇടയന്റെ, ഒരു പുരോഹിതന്റെ ശുശ്രൂഷയുമായി ബന്ധപ്പെടുത്തി മനസ്സിലാക്കുകയാണെങ്കിൽ എന്താണ് കർത്താവ് ഉദ്ദേശിച്ചത്? ഇടയന്റെ സ്വരം, വൈദികന്റെ സ്വരം ജനങ്ങൾ തിരിച്ചറിയുന്ന ഒരു സ്വരമായിരിക്കണം. ജനങ്ങൾക്ക് സുപരിചിതമായ ഒരു സ്വരമായി വൈദികന്റെ സ്വരം മാറണം. എന്തുകൊണ്ടാണ് ഇടയന്റെ സ്വരം ആടുകൾക്ക് സുപരിചിതമായിരിക്കുന്നത്? പകല് മുഴുവൻ ഈ ആട്ടിൻകൂട്ടത്തെ നയിക്കുന്നത് ഇവനാണ്. എവിടെയെങ്കിലും പുല്ല് കണ്ടെത്തിയാൽ ഇവിടെ പുല്ലുണ്ട് എന്ന് കാണിച്ചു കൊടുക്കുന്നത് ഇവന്റെ സ്വരമാണ്. എവിടെയെങ്കിലും വെള്ളം കണ്ടെത്തിയാൽ ഇവിടെ വെള്ളമുണ്ടെന്ന് ആടുകൾക്ക് സൂചന നൽകുന്നത് ഇവന്റെ സ്വരമാണ്. വന്യമൃഗങ്ങൾ ഒളിച്ചിരിപ്പുണ്ടെങ്കിൽ ഈ ആടുകൾക്ക് അപായ സൂചന നൽകുന്നത് ഈ ഇടയന്റെ സ്വരമാണ്. ഏതെങ്കിലും ആട് അബദ്ധവശാൽ മുറിവേറ്റാൽ ആ ആടിനെ തോളിലെടുത്ത് താരാട്ട് പാടുന്നത് ഈ ഇടയന്റെ സ്വരമാണ്. പ്രതിദിനം വെള്ളം കാണിച്ചു കൊടുക്കുന്ന സ്വരം, പുല്ല് കാണിച്ചു കൊടുക്കുന്ന സ്വരം, അപകടങ്ങളിൽ മുന്നറിയിപ്പ് കൊടുക്കുന്ന സ്വരം, പരിക്കേൽക്കുമ്പോൾ താരാട്ട് പാടുന്ന സ്വരം,
അതുകൊണ്ടാണ് ഇടയന്റെ സ്വരം ആടുകൾക്ക് സുപരിചിതമായ സ്വരമായി മാറുന്നത്. ഈ സ്വരം ഏത് സമയത്ത് കേട്ടാലും, രാത്രിയായാലും പകലായാലും മഴയായാലും വെയിലായാലും ഈ സ്വരം കേട്ടാൽ ആളുകൾ ഇറങ്ങും. കാരണം അവരുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള സ്വരമാണെന്ന് അവയ്ക്ക് അറിയാം. ഇതുപോലെയാണ് ഒരു പുരോഹിതന്റെ സ്വരം ജനത്തിന്റെ ജീവിതത്തിന്റെ ഭാഗമായി മാറേണ്ടതെന്ന് ഈശോ പഠിപ്പിക്കുന്നു. സുപരിചിതമായ സ്വരം എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച പള്ളിയിൽ മാത്രം കേൾക്കുന്ന സ്വരമല്ല. സുപരിചിതമായ സ്വരം എന്ന് പറഞ്ഞാൽ തന്റെ അടുത്തേക്ക് വരുന്ന ജനത്തോട് സംസാരിക്കുമ്പോൾ കേൾക്കുന്ന സ്വരം മാത്രമല്ല. സുപരിചിതമായ സ്വരം എന്ന് പറഞ്ഞാൽ കുടുംബങ്ങളിൽ സന്ദർശിക്കുന്ന വൈദികന്റെ സ്വരം, കുടുംബങ്ങളിൽ ജനത്തിന് കേൾക്കാൻ സാധിക്കുന്ന സ്വരം, അവരുടെ രോഗങ്ങൾക്കിടയിൽ അവർക്ക് കേൾക്കാൻ സാധിക്കുന്ന സ്വരം, അവരുടെ രോഗശൈലിയിൽ അവർക്ക് കേൾക്കാൻ സാധിക്കുന്ന സ്വരം, അവരുടെ തകർച്ചകളിലും വേദനകളിലും ദുരിതത്തിന്റെ നാളുകളിലും അവർക്ക് കേൾക്കാൻ സാധിക്കുന്ന സ്വരം. അങ്ങനെ ഒരു സ്വരം മാത്രമാണ് സുപരിചിതമായ സ്വരമാവുക. പ്രിയപ്പെട്ട ഡീക്കൻ അമൽ, നിന്റെ ശുശ്രൂഷയുടെ സമയത്ത് നിന്റെ സ്വരം ജനം കേൾക്കേണ്ടത് ഞായറാഴ്ച പള്ളിയിൽ മാത്രമല്ല, നിന്നെ തേടി വരുന്ന ജനങ്ങളോടും മാത്രമല്ല നീ സംസാരിക്കേണ്ടത്. മറിച്ച് ഈശോ നമ്മെ പഠിപ്പിക്കുന്നത് പോലെ തെരുവീതികളിലും നാൽക്കവലകളിലും സർക്കാർ ആശുപത്രികളിലും ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്കിടയിലും കുടുംബങ്ങളിലും നിന്റെ സ്വരം കേൾക്കപ്പെടണം. അവരുടെ വേദനയുടെ നാളുകളിൽ, അവരുടെ തകർച്ചകളുടെ നാളുകളിൽ അവർക്ക് ശക്തി നൽകുന്ന ഒരു സ്വരമായി നിന്റെ സ്വരം മാറണം. ഈ സ്വരത്തെയാണ് ജനം അനുഗമിക്കുക.